ഇന്ന് വരുമെന്ന് ഹരി പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. വരും പ്രഭാകര. തൃശ്ശൂരൊന്ന് വണ്ടി കിട്ടി ഇങ്ങ് എത്തണ്ടേ? ചിലപ്പോ അവൻ പറഞ്ഞ് പറ്റിക്കായിരിക്കോ ചേട്ടാ. അതിന് നിങ്ങളുടെ അനന്തരവനല്ലേ അവൻ. അത് ശരി. അല്ല, നിങ്ങളുടെ മോനായതുകൊണ്ടല്ല. കൊള്ളാവല്ലോ. സ്വർണമാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് നമുക്ക്, മുക്കുബന്ധമാണെങ്കിൽ അതിന്റെ ഡിസ്ക്രെഡിറ്റ് മറ്റുള്ളവർക്ക്. തിരക്കേടില്ലല്ലോ. അച്യുതട്ട് ഉപമ പറയാതെ ഹരി ഒന്ന് വിളിച്ചു നോക്ക്. അരനാഴിക മുമ്പ് വിളിച്ചതാണെന്ന് കിട്ടുന്നില്ല. ഇങ്ങോട്ട് വന്നോണ്ടിരിക്കായിരിക്കും. ചിലപ്പോ അവന്റെ അമ്മ എങ്ങാനും വിളിച്ചു കാണുമോ? രേണുകേ, ഹരി വിളിച്ചെങ്കിൽ അവള് പറയാതിരിക്കുവോ? ആ പ്രഭാകരൻ ഇങ്ങനെ ദുരിച്ചപ്പെടാതെ ചെറുക്കൻ ഇങ്ങനെ വരും. രേണുകേ, ദാ വന്നു. എന്താ? ഹരി ഇപ്പോഴെങ്ങാനും നിന്നെ വിളിച്ചായിരുന്നു? ഇല്ല. എന്തു പറ്റി? ദാ കിടക്കുന്നു. പ്രഭാകരൻ ആവശ്യത്തിലധികം ടെൻഷൻ അടിക്കുന്നുണ്ട്. ഇനി അത് പെണ്ണുമ്പിളക്കും കൂടെ പകർന്നു കൊടുക്കണം. ഒന്നുമില്ലടി, ഹരിപ്രസാദ് വരാൻ ലേറ്റ് ആകുന്നതിന്റെ വെപ്രാള. അവനിങ് വരട്ടെ. രണ്ടുപേരോടും കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ട്. തൃശ്ശൂരിലെ വിവരങ്ങൾ നമ്മൾ നമ്മുടേതായ വഴിക്ക് ചിലത് അറിഞ്ഞു വെച്ചിട്ടുണ്ട്. നന്ദനയുടെ കാര്യമാണോ? അത് തന്നെ. ഹരിയും നന്ദനെയും വീണ്ടും കാണുന്നതിന്റെ ഗുണദോഷങ്ങൾ നമ്മൾ സംസാരിച്ചു വെച്ചിട്ടുണ്ട്. ഗുണദോഷങ്ങളോ? എന്തു ഗുണം? ദോഷം മാത്രമേ ഉള്ളൂ. അതും അവൾക്കല്ല, ഹരിക്ക്. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ, നമ്മൾ ഇതൊക്കെ അറിഞ്ഞു എന്ന് ഇപ്പൊ ഹരിപ്രസാദ് അറിയണ്ട. മനസ്സിലായോ രേണുകയ്ക്ക്? അതെന്താ ഏട്ടാ? പ്രഭാകരനെ പിടികിട്ടിയില്ലേ? അളിയൻ പറ. അച്ഛന്റെ അമ്മയുടെയും വരുതിയിൽ നിന്ന് മാറാത്ത മോനാ ഇപ്പോഴും ഹരിപ്രസാദ്. പക്ഷേ ആൺചെറുക്കനാണ്. എപ്പോഴാ ഇടം തിരിയുന്നെന്ന് പറയാനൊക്കത്തില്ല. പ്രത്യേകിച്ച് നന്ദനയുടെ കാര്യത്തിൽ എപ്പോഴാ അവൻ തിരിയുന്നെന്ന് പറയാനൊക്കത്തില്ല. മനസ്സിൽ വാശിയെങ്ങാനും കയറിയാലേ കൊച്ചൻ കൈവിട്ടു പോകും. അവൻ പിന്നെ നന്ദനയുമായിട്ടുള്ള ബന്ധം തുടരണമെന്നാണോ അച്ചോട്ടൻ പറയുന്നത്? അല്ല, നമ്മൾ ആ സൈഡ് മൈൻഡ് ചെയ്യുന്നില്ല എന്ന് ഹരിക്ക് തോന്നണം. എന്നിട്ട് നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് പിടിയുന്നവന്റെ കല്യാണവും നടത്തണം. അതാ വേണ്ടത്. ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ദേ, നമ്മുടെ മറ്റേ വിഷയം അറിഞ്ഞിട്ടേയില്ല. വാ മോനെ, നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. എന്തു പറ്റി? ഹേയ്, അമ്മയ്ക്ക് തോന്നുന്നതാ. അച്ഛനും അമ്മയും കുറെ നേരമായി മോനെ നോക്കിയിരിക്കുക. ഞങ്ങളെ തീ തീറ്റിക്കുന്നത് നിനക്കൊരു രസമാണോടാ? അല്ല, എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഞാൻ പള്ളി ജംഗ്ഷനിൽ വന്നിട്ട് കുറെ സമയമായതാ അച്ഛാ. ഓട്ടോ കിട്ടാൻ വൈകി. എനിക്ക് നിനക്കെന്നെ വിളിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ വണ്ടിയുമായിട്ട് വരുമായിരുന്നല്ലോ. ഞാൻ സ്കൂട്ടർ എടുത്തോണ്ട് വന്നേനല്ലോ. ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. ഓ, വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കാത്ത ഒരു മോൻ. ഒന്ന് നിർത്തിയാട്ടെ. അവൻ ഇങ്ങോട്ട് വന്ന് കേറിയില്ല, അപ്പോഴേക്ക് തുടങ്ങി ക്രാസും മുറയും. നീ വാ ഹരി. പോവാൻ വരട്ടെ. രേണുകേ, നീ അറിയാത്ത ചില രഹസ്യങ്ങൾ നിന്റെ മോനുണ്ട്. രഹസ്യോ? നിനക്കറിയാമോ തൃശ്ശൂരിൽ എവിടെയാണ് താമസിക്കുന്നതെന്ന്? ഒരു കൂട്ടുകാരന്റെ വീട്ടില് വാടകയ്ക്ക്. അല്ലേ ഹരി? അതെ അമ്മേ. പക്ഷെ ഇടയ്ക്ക് താമസം ആശുപത്രിയിലായിരുന്നു. ആക്സിഡന്റ്. ആക്സിഡന്റോ? ആർക്ക്? ഇയാൾക്ക് തന്നെ. പറഞ്ഞു കൊടുക്കണം അങ്ങോട്ട്. കാര്യമായിട്ടൊന്നും ഇല്ലമ്മേ. ഒരു നായ മുന്നിൽ ചാടി ബൈക്ക് ഒന്ന് തെന്നി. നിസാരം. പക്ഷേ കാലിന്റെ എല്ല് പൊട്ടി. നായയുടെ അല്ല, ഇവന്റെ കാലിന്റെ. പ്ലാസ്റ്റർ ഇട്ട് കിടപ്പിലായിരുന്നു 2 ആഴ്ച. ദൈവമേ, സത്യമാണോ? ഏത് കാലിലായിരുന്നു ഹരി? ഇടത്തെ കാലിനായിരുന്നു. അതെല്ലാം ഭേദമായി. എന്നാലും ഒരു അപകടം ഉണ്ടായി കാലൊടിഞ്ഞിട്ട് നീ ഒന്ന് വിളിച്ചു പറയാതിരുന്നത് എന്താ ഹരി? ചോദിക്കങ്ങോട്ട്, ചോദിക്കേ. ഞാൻ എനിക്ക് കേക്കണ്ട. അമ്മേ, ഞാനൊന്ന് പറയട്ടെ അമ്മേ. അങ്ങനെ അക്കാര്യത്തിൽ ഒരു തീരുമാനവുമായി.
പരവേശം ഒന്ന് അടങ്ങി. തുലാവർഷം പെയ്ത് ഭൂമി തണുക്കേണ്ട സമയാ. തുലാവർഷവും ഇല്ല, ഒരു വർഷവും ഇല്ല. അച്ചുവേട്ടൻ ഈ വഴി മറന്നുവെന്ന് ഞാൻ രാവിലെ മനീഷിനോട് ചോദിച്ചു. 100 കൂട്ടം കാര്യങ്ങളായിരുന്നു സുമിത്രേ. പല പല യാത്രകള്, ഇടയ്ക്ക് 2 കല്യാണം. മക്കള് ചോദിക്കും വയസ്സുകാലത്ത് അച്ഛന് വീട്ടിൽ ഇരുന്നു കൂടെയെന്ന്. വയസ്സായെന്ന് എനിക്കൂടെ തോന്നണ്ടേ? പിള്ളേർ അങ്ങനെയൊക്കെ പറയും. എന്റെ കാര്യത്തിന് ഞാൻ തന്നെ പോകണ്ടേ? അതാ അതിന്റെ ഒരു ശീലം. വീട്ടിലിരുന്ന് വിശ്രമിക്കണമെന്ന് പറയാനുള്ള മനസ്സ് അച്ചുവേട്ടന്റെ മക്കൾക്കുണ്ടല്ലോ, അതൊരു ഭാഗ്യ. മക്കളെ കൊണ്ട് അനുഭവിക്കാന്നുള്ളത് ഒരു യോഗ. അതെല്ലാവർക്കും ഒന്നും വിധിച്ചിട്ടില്ല. സാരയില്ല സുമിത്രേ, ഒക്കെ മാറും. ഇനി എന്ന് മാറാനാ? എന്നെ കുഴിയിലേക്ക് എടുക്കാറാവുമ്പോഴോ? രാവിലെ തന്നെ ഭാണ്ഡം അഴിച്ചല്ലോ. അച്യുതമാവൻ കേട്ടോ, ഇതാ ഈ വീട്ടിലെ പ്രശ്നം. നീ ഒന്നും മിണ്ടായിരടാ. മനപ്രയാസം വരുമ്പോ സുമിത്ര ഓരോന്ന് പറയുന്നതല്ലേ, നീ അത് കാര്യമാക്കണ്ട. എന്റെ മുഖം കാണുമ്പോൾ മാത്രമാ അമ്മയ്ക്ക് ഇത്രയും മനപ്രയാസം. അതാ എനിക്കറിയേണ്ടത്. അതേടാ, അത്രമാത്രം പ്രതീക്ഷയുണ്ടായിരുന്നു എനിക്ക് നിന്റെ കാര്യത്തിൽ. നിന്റെ അച്ഛനും അങ്ങനെയായിരുന്നു. ശിവരാമേട്ടൻ പറയായിരുന്നു, പെൺപിള്ളേരെ കെട്ടിച്ചു വിടും, പ്രായമാകുമ്പോ നമ്മളെ മനീഷ് നോക്കിക്കോളൂന്ന്. പറഞ്ഞയാള് നേരത്തെ അങ്ങ് പോയി. ഫലത്തില് നിന്നെ നോക്കേണ്ട ഗതികേടില്ല ഞാനിപ്പോ. എന്നാ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയേക്കാം, അതോടെ ശല്യം തീരുമല്ലോ. ഇങ്ങനെയാണെങ്കിൽ നിനക്കെങ്ങും പോവേണ്ടി വരില്ല. അതിനു മുമ്പ് എന്റെ ശല്യം തീരും. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോകും. 2 പേരും കൂടെ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ? ആരെങ്കിലും ഒന്ന് അടങ്ങ്. എന്റെ അച്യുതമാവ, നീ ഒന്നും മിണ്ടായിരടാ. വയ്യ അച്ചുവേട്ടാ, മടുത്തു. ചെമ്പരിക്കലെ കാര്യവും ഇതുപോലെയാ. പ്രഭാകരനെ ഹരിപ്രസാദിനെ കാണുമ്പോൾ തുടങ്ങും. പിന്നെ ചെറുക്കനാണെങ്കിൽ തന്ത എന്ത് പറഞ്ഞാലും കേട്ടോണ്ട് വരുന്നു. ഞാൻ അങ്ങനെ കേട്ടോണ്ട് നിൽക്കില്ല, മറുപടി പറയും. ഇയാള് പറഞ്ഞോടൂ. പക്ഷേ സെൽഫ് കോള അടിക്കുന്നതെന്നുള്ള ഒരു വീണ്ടും വിചാരം ഉണ്ടാവണം. ഓ, മനീഷൊന്ന് നിന്നേ, ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് കേൾക്കണ്ട. നീ ഒന്ന് നിന്നേ, പറയട്ടെ. അങ്ങോട്ട് ചെല്ലട്ടെ അച്ചുവേട്ടാ, ജംഗ്ഷനിൽ പോയി കാര്യങ്ങൾ നോക്കാനുള്ളതല്ലേ. ഇവന്റെ ഈ പ്രകൃതമൊക്കെ മാറുമെന്നേ എനിക്ക് പ്രതീക്ഷയില്ല. അപ്പോഴേ പറയാൻ വന്ന കാര്യം മറന്നു. എനിക്കേ ചില യാത്രകളൊക്കെ ഉണ്ടായിരുന്നെന്ന് സൂചിപ്പിച്ചില്ലേ? അക്കൂട്ടത്തിൽ തൃശ്ശൂർ വരെ ഒന്ന് പോയി. പ്രഭാകരനും ഉണ്ടായിരുന്നു കൂടെ. നമ്മുടെ ഹരിപ്രസാദ് ഇപ്പൊ അവിടെ ആണല്ലോ ജോലി. അവനെ കാണാനായിട്ട് പോയതല്ല, എന്നാലും ഒന്ന് കണ്ടു. ഹരിപ്രസാദ് അവധിക്ക് വന്നിട്ടുണ്ടല്ലോ. അത് സുമിത്ര എങ്ങനെ അറിഞ്ഞു? നിങ്ങൾ തമ്മിൽ കണ്ടോ? എന്നിട്ട് എന്ത് പറഞ്ഞു? നന്ദനയുടെ കാര്യമല്ലോ. അവൻ അവളെ അവിടെ ചെന്ന് കണ്ടു. ആണോ? എന്നിട്ട്? ഞാൻ അധികമൊന്നും കേൾക്കാൻ നിന്നില്ല. എനിക്കറിയണ്ട ആരുടെയും വിശേഷങ്ങൾ. എന്നാലും ഹരിപ്രസാദ് അത്രയും പറഞ്ഞ സ്ഥിതിക്ക് ബാക്കിക്കും കൂടി ചെവി കൊടുക്കാറുന്നല്ലോ. അതെ, കുഴപ്പാണെന്ന് വെച്ചാ അവരുടെ ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട്. ഏത് ലെവലിലാ റിലേഷൻ നിൽക്കുന്നതെന്ന് അറിയില്ല. ഞാൻ എന്റേതായ വഴിക്കൊന്ന് അന്വേഷിച്ചെന്ന്. അവളെ ഒരാൾ കെട്ടിയായിരുന്നല്ലോ, അയാളിപ്പോ കൂടെയില്ലേ? അതോ ചത്തോ? ഉണ്ട്, നാടകക്കാരൻ. അതൊരു പ്രത്യേക ടൈപ്പാണെന്നാ അറിഞ്ഞത്. എന്നാലെന്താ, ഇട്ടുമൂടാൻ സ്വത്തുള്ള കോലോത്തെ വർമ്മയാ. ആ സ്വത്ത് അടിച്ചു മാറ്റിക്കൊണ്ട് അവള് പഴയ കാമുകന്റെ കൂടെ ഇറങ്ങി പോവായിരിക്കും. അച്ചുവേട്ടൻ ഇക്കാര്യം എന്തായാലും ചെമ്പരിക്കലൊന്ന് പറഞ്ഞേക്ക്. അല്ലെങ്കിലേ പെങ്ങളും അളിയനും പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ഞാൻ ചില സൂചനകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് പോരാ, സൂക്ഷിച്ചിരിക്കണമെന്ന് പറ. പഴയ കോവിലകങ്ങളിലെ ആൾക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, നല്ലവരാ, പരമാവധി ക്ഷമിക്കും. പക്ഷേ ഇടഞ്ഞാൽ ഇടഞ്ഞതാ, ചതി സഹിക്കില്ല. അതേസമയം പുറമെ ശാന്തത കാണിക്കും. നന്ദനയുടെ അതിസാമർഥ്യേ അവിടെ ഏൽക്കണമെന്നില്ല. കണ്ണടച്ച് പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന പൂച്ച അതുപോലും അറിയാതെ ചാക്കിനുള്ളിലാവും. ആത്മഹത്യ ചെയ്ത 2 പേരെ കുറിച്ചായിരിക്കും പിന്നെ വാർത്ത വരുന്നത്. അവൾ എങ്ങനെ തീർന്നാലും എനിക്കൊന്നുമില്ല. ഹരിപ്രസാദ് ഭാവിയുള്ള ചെറുപ്പക്കാരനാ. അച്ചുവേട്ടന്റെ പെങ്ങക്ക് ഒരു മകനല്ലേ ഉള്ളൂ. വെറുതെ ആ കുടുംബം തകർന്നു പോകാൻ ഇടവരുത്തരുത്. ഇലയപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നല്ലോ. പോടാ അവിടുന്ന്. നിനക്ക് പണ്ടേ ഇഷ്ടമുള്ള പലഹാരമല്ലേ? നീ എന്നെ ഒന്ന് പിടിച്ച്.
തൃശ്ശൂരേ ഇതിന് ഇലയടാന്നാ പറയാ. പേരിനെയുള്ള മാറ്റം, സാധന സെയിമാ. ഇങ്ങോട്ടോ, ഞാൻ ചെയ്യാം. ഹ, നീ അതോടെ വെക്ക് ഹരി, ഞാൻ സാരമില്ല. ഉണ്ടാക്കി തരാം. ഞാൻ ചെയ്യാം. ശ്ശോ, നീ അവിടെ പോയി ഇരിക്കാൻ ചെല്ല്. എങ്ങനെയുണ്ട് തൃശ്ശൂര് ജോലിയും താമസവും ഒക്കെ? ആ, അങ്ങനെ പോകുന്നു. സജീവന്റെ അമ്മ ഫുഡ് തരും, വേണ്ടെന്ന് പറഞ്ഞാൽ കേക്കില്ല. നല്ല ആൾക്കാരാണല്ലേ. ആഹാരമൊക്കെ എങ്ങനെ? ഇറച്ചിമീനും മറ്റും വെക്കുന്ന വീടാണോ? ആ, ഭക്ഷണത്തിനൊക്കെ വേറൊരു രുചിയാ. നമ്മുടെ തോരനെ അവിടെ ഉപ്പേരി എന്നാ പറയാ. അപ്പൊ ഉപ്പേരിക്ക് എന്ത് പറയും? വറുത്തുപ്പേരി. ആ, വറുത്തുപ്പേരിയോ? അത് കൊള്ളാലോ. നിന്നെ അവിടെ വന്ന് കണ്ടിട്ട് തിരിച്ചു വന്ന് 2 ദിവസത്തേക്ക് അച്ഛൻ വലിയ ഗൗരവത്തിലായിരുന്നു. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ദേഷ്യായിരുന്നു. അച്ഛൻ എപ്പോഴും അങ്ങനെ തന്നെയല്ലേ. ഞാൻ ആദ്യം വിചാരിച്ച് നീ അവിടെ വല്ല പ്രശ്നവും ഉണ്ടാക്കിയോന്നാ. പ്രശ്നോ? വലിയ വാചകമൊന്നും വേണ്ട. അപകടം പറ്റിയ കാര്യം അറിയിക്കാതിരുന്നതിനെ യാതൊരു ന്യായവും ഇല്ല. ഞാൻ പിന്നെ അങ്ങ് പോട്ടെന്ന് വെച്ചതാ. ആക്സിഡന്റിനൊക്കെ സഹിക്കാൻ വയ്യാത്തത് അതിന്റെ പേരിലുള്ള ഈ ഒച്ചപ്പാടാ. ആ, ഇപ്പൊ നീ അത് പറയും. മക്കൾക്കൊരു മുറിവ് പറ്റിയ നെഞ്ചു പടയുന്നത് എങ്ങനെയെന്ന് നിനക്കും മനസ്സിലാവും. കുറെ കഴിയട്ടെ. കുറെ കഴിയട്ടെ എന്ന് വെച്ചാ ഒരു 5 മണിയാവും. നീ പോടാ അവിടുന്ന്. ആ, വെന്തോ നോക്കിയേ. വെന്തില്ലേല് സാരമില്ല. കൊതിയന് ഇലയ്ക്ക് പോയി എനിക്ക് നിലത്ത് താന്ന് പറഞ്ഞതുപോലെ ആണല്ലോ. വാ പുള്ളിക്കല്ലേ എന്റെ ഹരി. കൊള്ളാവൂടാ? കൊള്ളാവോന്നോ? രേണുക പ്രഭാകരനല്ലേ ഉണ്ടാക്കിയത്? മതി മതി. ഇതിവിടെ ഇരുന്ന് ചൂട് നാറട്ടെ. അച്ഛന് ചായയുടെ കൂടെ കൊടുക്കാം. അമ്മ കഴിക്കുന്നില്ലേ? എനിക്ക് പിന്നെ മതി. ദാ, ചെറിയൊരു കഷ്ണം. തൃശ്ശൂർ പരിചയക്കാരൊക്കെ ആയോ? ഓഫീസിലെ സ്റ്റാഫാണ് പ്രധാന പരിചയക്കാര്. പിന്നെ അടുപ്പെന്ന് പറയാൻ സജീവേ ഉള്ളൂ. നമ്മുടെ നാട്ടുകാരും ഇല്ലടാ അവിടെ? നിന്റെ കൂടെ പഠിച്ചവരോ മറ്റോ? കൂടെ പഠിച്ചവരാരെയും ഞാൻ അവിടെ കണ്ടില്ല. എന്നിട്ട് ഞാൻ അങ്ങനെയല്ലല്ലോ അറിഞ്ഞേ. ഒരേ ക്ലാസ്സിൽ പഠിച്ചില്ലെങ്കിലും സ്കൂളിൽ താഴെ ക്ലാസ്സിൽ പഠിച്ചവരെയും ഒന്നിച്ചു പഠിച്ചവരെന്ന് പറയാം. നിന്റെ പള്ളിക്കൂടത്തിലല്ലേ ഹരിനന്ദന പഠിച്ചത്? നീ ഹൈസ്കൂളിലായപ്പോ അവള് മിഡിൽ സ്കൂളിൽ വന്നു. നീ എന്താ മറന്നുപോയോ? ആലോചിച്ചു കൂട്ടണ്ട. നന്ദന തൃശ്ശൂരുള്ള വിവരം ഞാൻ അറിഞ്ഞു. ഞാൻ മാത്രമല്ല, അച്ഛനും അമ്മാവനും അറിഞ്ഞിട്ടുണ്ട്. അച്ചോട്ടനാ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കിയത്. ഞങ്ങളെല്ലാം മനസ്സിലാക്കിയ കാര്യം നിന്നോട് പറയരുതെന്നാ ഇവിടുത്തെ തീരുമാനം. പക്ഷേ എന്റെ മനസ്സിൽ അടക്കി നിർത്താൻ പറ്റുന്നില്ല. എല്ലാം മനസ്സിലാക്കിയെന്ന് പറഞ്ഞു. അതിനു വേണ്ടി ഒന്നും ഉണ്ടായിട്ടില്ല. നീ നന്ദനെ കണ്ടു എന്നുള്ളത് ശരിയാണോ? നിങ്ങൾ തമ്മിൽ സംസാരിച്ചില്ലേ? അവളുടെ ജോലി സ്ഥലത്ത് നീ പോയിട്ടുണ്ട്. നിന്റെ വാടക മുറിയിൽ അവളും വന്നിട്ടുണ്ട്. എന്താ ശരിയല്ലേ? അതെ. ഇത്രയും പോരെന്നാണോ? അമ്മേ, നിനക്കെല്ലാം നിസ്സാര. ബൈക്ക് എന്നിവണ് കാലൊടിഞ്ഞത് നിസ്സാരം. ഇതും ഇപ്പം നിസ്സാരം. അങ്ങനെയല്ല മോനെ. ഈ വിവരം അറിഞ്ഞപ്പോ അച്ഛൻ എന്ത് ബഹളായിരുന്നറിയോ? അച്ചൂട്ടനെ അടക്കി നിർത്തിയത്. ആവശ്യമില്ലാത്ത ഗൗരവത്തോടെ കാര്യങ്ങളെ കാണുന്നോണ്ടുള്ള കുഴപ്പമിത്. നന്ദന ഇപ്പൊ പഴയ പൊസിഷനിലൊന്നും അല്ലമ്മേ. ഒരു വലിയ ബിസിനസ് ഫേമിന്റെ മാനേജിംഗ് പാർട്ണറാ. അതിൻ്റെതായ പക്വത അയാൾക്കുണ്ട്. നീ എന്തിനാ വല്ല കമ്പനിയുടെയും മാനേജിംഗ് പാർട്ണറെ കാണുന്നത്? ജോലിക്ക് അപേക്ഷിക്കാനോ? അപ്പൊ അതല്ല. നീ കണ്ടത് എന്തെങ്കിലും പദവിയിലിരിക്കുന്ന നന്ദനയല്ല, പനക്കിലെ മരിച്ചുപോയ ശിവരാമന്റെ മകൾ നന്ദനയാണ്. നിനക്കവൾ ഒരേ നാട്ടുകാരിയായ ഏതോ ഒരു പെണ്ണല്ല. അവൾക്കും അങ്ങനെയല്ലെന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം. മുൻവിധിയോടുകൂടിയാ നിങ്ങളെല്ലാരും എന്നോട് സംസാരിക്കുന്നത്.
ഞങ്ങൾ എല്ലാവരും ഒരേപോലെ സംസാരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ മാറി നിൽക്കുന്നു. ആരുടെ ഭാഗത്താ തകരാറ്? നീ പറ. ഒരു തകരാറും എങ്ങും ഉണ്ടായിട്ടില്ല. ഉണ്ടായാലോ? നന്ദന ഒരു പുരുഷന്റെ ഭാര്യ, നീ മറ്റൊരു പുരുഷൻ. നിങ്ങളുടെ ബന്ധത്തിൽ ന്യായമില്ല. പുതിയ ന്യായങ്ങൾ കണ്ടെത്തിയ നീ ചെയ്യുന്നേ. അതിന് നിലനിൽപ്പില്ല ഹരി. അമ്മയ്ക്കെങ്കിലും അവനെ മനസ്സിലാക്കാൻ കഴിയാത്ത എന്താ? ഞാൻ അമ്മയായതുകൊണ്ട് പെറ്റമ്മയെ പോലും നിന്റെ ഭാഗം ബോധ്യപ്പെടുത്താൻ നീ ബുദ്ധിമുട്ടുന്നു. അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഹരി നന്ദിനെ കാണരുത്. എന്നുവെച്ചാ തമ്മി കാണാനുള്ള അവസരങ്ങൾ നീയായിട്ട് ഒഴിവാക്കണം. ഇതെന്റെ മോനോട് അമ്മ ആവശ്യപ്പെടുകയല്ല, അപേക്ഷിക്കുക. അതാ ഹരി എല്ലാവർക്കും നല്ലത്. അമ്മേ, അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? ഉണ്ട്, വിശ്വാസമുണ്ട്. പക്ഷേ നീയും നന്ദനയും തമ്മിലുള്ള അടുപ്പമുണ്ടല്ലോ, അതിലെനിക്ക് വിശ്വാസമില്ല. വഴിതെറ്റി വന്നതായിരിക്കും അല്ലേ? ഇത് ഞങ്ങൾ താമസിക്കുന്ന വീടാ. ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നതാ. എന്താമേ പുള്ളിക്ക് ഇവിടെ കാര്യം? നിനക്കിത് നേരിട്ട് ചോദിക്കരുതോ? ഞാൻ പറഞ്ഞേക്കാം. മനീഷ് ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാൻ ബൈക്ക് എഴുതുന്ന കണ്ടില്ലേ? അത് കണ്ടു. എന്നും ഇങ്ങനെ ബൈക്ക് കഴുകിക്കൊണ്ട് വീട്ടിൽ നിന്നാ മതിയോ? സാർ എനിക്കെന്തോ ഗസറ്റഡ് ഉദ്യോഗം വാഗ്ദാനം ചെയ്യാൻ വന്നതാണെന്ന് തോന്നുന്നല്ലോ. ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാതെ കയറി ഇരിക്കാൻ പറയാമേ. ഗസറ്റഡ് ഉദ്യോഗമൊന്നുമല്ല, എന്നാലും ചെറിയൊരു ജോലി സാധ്യതയുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡിൽ കുറെ ടെക്നീഷ്യൻസിന് ഒഴിവ് വരുന്നുണ്ട്. താൽക്കാലികമാണ്, പക്ഷെ ഭാവിയിൽ ചിലപ്പോൾ പ്രയോജനം ചെയ്യും. മനീഷ് ITI പഠിച്ചതല്ലേ, ഒന്ന് അപേക്ഷിച്ച് നോക്കണം. എന്താ ശമ്പളം കിട്ടും? അത് കൃത്യമായിട്ട് എനിക്കറിയില്ല. ഡെയിലി വേജസ് ആയിരിക്കും. ഓ, ദിവസവേതനത്തിനുള്ള ജോലി, അതായത് കൂലിപ്പണി. അമ്മ കേട്ടല്ലോ. സാർ എനിക്ക് കൂലിപ്പണി വാങ്ങിച്ചുതരാൻ വന്നതാണ് പോലും. അങ്ങനെ കുറച്ച് കാണണ്ട മനീഷ്. അതെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് എത്ര പേരാന്നറിയോ ക്യൂ നിൽക്കുന്നത്? ആ ക്യൂവിലെ മനീഷ് ഇല്ല. കളിയാക്കണ്ട നിങ്ങള്. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഉടമസ്ഥനാണ് ഞാൻ. മനീഷ് അല്ലല്ലോ ഇപ്പൊ കട നടത്തുന്നത്. ദിവസവാടകയ്ക്ക് ആരോ ഏൽപ്പിച്ചിരിക്കുകയല്ലേ. കച്ചവടം മോശമാണ്. ദേ, ഞാൻ പരാതിയായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നോ? ഇങ്ങോട്ട് കയറി സ്പോൺസർ ചെയ്യാൻ വരല്ലേ. അവൻ്റെ ഒരു ജോലി. ആൻഡി, മനീഷിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നല്ലൊരു ചാൻസാ. ബോർഡിന്റെ കാൻഡിഡേറ്റ് ലിസ്റ്റിൽ പേര് വരുന്നതുകൊണ്ട് ഗുണമുണ്ടാവും. ആരാ ഈ വിവരം പറയാൻ ഇയാളെ ഇങ്ങോട്ട് വിട്ടത്? ആരും പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെന്താ ഇതുവരെ ഇല്ലാത്തൊരു സഹായ മനസ്ഥിതി. ആര് പറഞ്ഞു വിട്ടതായാലും വേണ്ടില്ല. ഇനി ഹരിപ്രസാദ് സ്വയം വന്നതായാലും ഈ വരവിന്റെ പിന്നിൽ ഒരു സഹതാപമുണ്ട്. ഇവിടെ ഞാനും മനീഷും കുറച്ച് ബുദ്ധിമുട്ടിലാണ്. കുറച്ചല്ല, നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അവന്റെ കടയും കച്ചവടവും കഷ്ടത്തിലാണ്. നല്ലതുപോലെ കടവുണ്ട് ഞങ്ങൾക്ക്. വീട്ടുവാടക കുടിശ്ശികയാ. പക്ഷേ സഹതാപം വേണ്ട, അതിന്റെ പേരിലുള്ള സഹായവും വേണ്ട. ഇത് അഭിമാനമല്ല ആൻഡി, ദുരഭിമാനോ. ഞാൻ സഹിച്ചു. എന്നാ പിന്നെ പോവല്ലേ? പോയേക്കാം. അച്യുതമ്മാവൻ രാവിലെ വീട്ടിൽ വന്നിരുന്നു. ആളല്പം ടെൻഷനിലാണ് വന്നത്. ഭാഗ്യത്തിന് അച്ഛന്റെ കണ്ണിൽ പെടുന്നതിന് മുമ്പ് ഞാൻ കണ്ടു. തൃശ്ശൂരിൽ ഞാൻ ഉടനെ സ്ഥലം മാറ്റം വാങ്ങി എങ്ങോട്ടേലും പോണെന്നാ അച്യുതമ്മാവൻ പറയുന്നത്. ഇതൊക്കെ എന്നോട് എന്തിനാ പറയുന്നേ? അത് ശരി, ആൻറ്റിക്കൊന്നും അറിയില്ല. അച്യുതമ്മാവനോട് സംസാരിച്ച എന്താണെന്ന് മറന്നുപോയെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാം. വേണ്ട. സുമിത്ര ആൻറ്റി 10-23 വയസ്സ് വരെ നന്ദനെ വളർത്തി. എന്നിട്ട് ആൻറ്റി എന്താ അയാളെ മനസ്സിലാക്കാതിരുന്നത്? നന്ദനയുടെ സ്വഭാവം എന്താണ്? അയാൾ എങ്ങനെയൊക്കെ ചിന്തിക്കും? ഇതൊക്കെ ഒരു അമ്മ അറിഞ്ഞിരിക്കേണ്ടതല്ലേ?
അതിന് ഞാൻ അവളുടെ അമ്മയല്ലല്ലോ. നന്ദനെ ശരിക്കറിയാവുന്ന വേറെ ആളുള്ളപ്പോ ഞാൻ എന്തിനാ കൂടുതൽ അറിയുന്നത്? അതുപോട്ടെ, നന്ദനയുടെ കാര്യത്തിൽ ഹരിക്കെന്ത് എത്ര താല്പര്യം? ഇയാൾ അവളുടെ ആരാ? ഞാനും സ്വയം ചോദിച്ചു നോക്കിയിട്ടുള്ള കാര്യ, വ്യക്തമായൊരു ഉത്തരം കിട്ടിയിട്ടില്ല. വ്യക്തമായൊരു ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരിക്കും വീണ്ടുമുള്ള ഈ കൂടിക്കാഴ്ചകള്. അത് മറ്റുള്ളവരറിഞ്ഞപ്പോ ഓരോരോ വേദാന്തങ്ങള്. ഞാൻ നന്ദനെ കാണുന്നതിന്റെ പേരില് ഈ പറഞ്ഞ മറ്റുള്ളവര് ഇത്ര തലപോയിക്കുന്ന എന്തിനാന്ന് മനസ്സിലാവുന്നില്ല. അനുഭവങ്ങൾ ഉണ്ടാവുമ്പോ താനേ മനസ്സിലായിക്കോളും. സുമിത്രാൻറ്റി, ഒരു പഴഞ്ചൊല്ലുണ്ട്, മടിയിൽ കനമുള്ളവര് വഴിയിൽ പേടിക്കുമെന്ന്. ഞങ്ങളുടെ മടിയിൽ കനവില്ല, അതുകൊണ്ട് പേടിയില്ല. ഞങ്ങൾക്കില്ലാത്ത കനത്തെ ചൊല്ലി നിങ്ങളൊക്കെ എന്തിനു പേടിക്കണം? ഇനി അഥവാ ആരെങ്കിലും ഞങ്ങൾ എയിം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കാൻ എനിക്ക് ധൈര്യമുണ്ട്. നന്ദനയ്ക്ക് ഒരു കുഴപ്പവും വരാതെ നോക്കാനും എനിക്കറിയാം. അതൊരു ആത്മവിശ്വാസം, സത്യസന്ധതയുടെ പേരിലുള്ള ആത്മവിശ്വാസം. എന്നും കാണണം ഈ ആത്മവിശ്വാസം. ഇതുവരെ ഉണ്ടായിരുന്നില്ലേ സുമിത്രാൻറ്റി? ഇനിയും ഉണ്ടായിരിക്കും. നന്ദനെ ഇനിയും കണ്ടാല് എനിക്കെന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന് ആന്റി അച്യുതമാവനോട് പറഞ്ഞു. സൂക്ഷിക്കണമെന്ന് ഓർമ്മിപ്പിച്ചു. നന്ദിയുണ്ട്. Yeah.